എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്ന കാരണത്താലോ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്ന കാരണത്താലോ മാത്രം നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന് കരുതാനാവില്ല. മാത്രവുമല്ല, വോട്ടർ ഐ ഡി തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കൈവശം ഉണ്ട് എന്ന കാരണത്താൽ മാത്രവും നമുക്ക് വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ കഴിയണം എന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് രണ്ട് രീതിയിൽ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്നാണ് ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഇവിടെ നോക്കുന്നത്. വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ പ്രോസസ്സുകളും അടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. വോട്ടർ ഐ ഡി ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. ലിങ്ക് മുകളിലായി ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഓരോ വർഷവും ജനുവരി ആദ്യ ആഴ്ചയിൽ അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം കരട് ലിസ്റ്റും പിന്നീട് ഫൈനൽ ലിസ്റ്റും പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതുകൂടാതെ അതാത് ഇലക്ഷൻ ടൈമിൽ പ്രത്യേക ലിസ്റ്റുകളും പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവസാനമായിട്ട് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഏപ്രിൽ 4-നാണ്. ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച ഈ ലിസ്റ്റുകൾ നമുക്ക് രണ്ട് രീതിയിൽ പരിശോധിക്കുവാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിലാദ്യത്തേത് നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടലായ eci.gov.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് വ്യക്തിഗത ഡീറ്റെയിൽസ് നൽകി പരിശോധിക്കാൻ സാധിക്കും. മൊബൈൽ നമ്പർ നൽകി പരിശോധിക്കാൻ സാധിക്കും. കൂടാതെ എപ്പിക് ഇലക്ഷൻ വോട്ടർ ഐ ഡി തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ചും നമുക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കും. ഇതെങ്ങനെ പരിശോധിക്കാം എന്നതിൻ്റെ മറ്റൊരു ഷോർട്ട് വീഡിയോ ചാനലിൽ ലഭ്യമാണ്. മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കി പരിശോധിക്കാം. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നേരിട്ട് പോയി പരിശോധിക്കാം. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മറ്റൊന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റാണ് ceo.kerala.gov.in എന്നതാണ് സൈറ്റ് അഡ്രസ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ഈ വെബ്സൈറ്റ് വഴി നമുക്ക് 2024 ഏറ്റവും പുതിയ വോട്ടേഴ്സ് ലിസ്റ്റാണ് പരിശോധിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലെ മുഴുവൻ വോട്ടർമാരുടെയും ലിസ്റ്റ് കാണുവാൻ സാധിക്കും. കൂടാതെ അതല്ലെങ്കിൽ പാർട്ട് നമ്പർ അടിസ്ഥാനത്തിലും കാണുവാൻ സാധിക്കും. നിയോജക മണ്ഡലവും പോളിംഗ് സ്റ്റേഷനുമൊക്കെ നൽകി ഇങ്ങനെയും നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇതും എങ്ങനെ നോക്കാം എന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും മുകളിൽ ഐ ബട്ടണിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ഈ ലിസ്റ്റുകളിൽ പേരുണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വോട്ടർ ഐ ഡിക്ക് പുറമെ പാസ്പോർട്ട്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഫോട്ടോ ഐ ഡി പ്രൂഫുകൾ ഉപയോഗിച്ചും നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ഷനോടനുബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദവിവരങ്ങൾ പത്രക്കുറിപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കാറുണ്ട് ഓരോ ഇലക്ഷനും മുന്നോടിയായിട്ട്. ഇതോടെ ഈ ഷോർട്ട് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.